വി കെ ടെലിവിഷൻ 2020 ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ സാധ്യതകളുടെ ഗണിതം പ്രോബബിലിറ്റി എന്ന പാഠഭാഗത്തിലെ ജാമിതീയ സാധ്യത എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നോക്കൂ, നമ്മുടെ സാധ്യത ജാമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോബബിലിറ്റി എന്ന ഭാഗം ജോമെട്രിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഞാൻ സ്ക്വയർ കൺസിഡർ ചെയ്തു, ഒരു സമചതുരം പരിഗണിച്ചു. ഈ സമചതുരത്തിനെ 4 തുല്യ സമചതുരങ്ങളായിട്ട് വിഭജിച്ചു. അപ്പോൾ ഞാൻ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിടുകയാണ്, ഈ ചിത്രത്തിനകത്തൊരു കുത്തിടുകയാണ്. ആ കുത്ത് വെള്ള ഭാഗത്താകാനുള്ള സാധ്യത കാണണം. ആദ്യം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഈ സമചതുരത്തിൻ്റെ മൊത്തം പരപ്പളവ് കാണും. അതിൽ എത്ര ഭാഗമാണ് ഈ വെള്ളയുടെ പരപ്പളവ് കാണും. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 4 തുല്യ പരപ്പളവുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാധ്യത എന്തായിരിക്കും? 1/4 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് കുത്തിടുകയാണെങ്കിൽ അതിന് പ്രോബിലിറ്റി എന്തായിരിക്കും? 1/4 ആയിരിക്കും. ഇനി ആ കുത്ത് നീലഭാഗത്താണ് സാധ്യത എന്താണ്? ഇതിന് മൊത്തം എത്ര ഉണ്ട്? മൊത്തം എത്ര സമചതുരങ്ങളുണ്ട്? 4 ഉണ്ട്. അപ്പോൾ ഈ നീലഭാഗത്താനുള്ള സാധ്യത എന്തായിരിക്കും? ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ നീലയുടെ പരപ്പളവ് ബൈ മൊത്തം സമചതുരങ്ങളുടെ പരപ്പളവ് എന്തായിരിക്കും? എന്തായിരിക്കും? സമം 1/4 ആയിരിക്കും. 1/4 ആയിരിക്കും. ഇനി നോക്കൂ, അടുത്ത് ഈ മഞ്ഞ ഭാഗത്തുള്ള കുത്ത് ഈ മഞ്ഞ ഭാഗത്താകാനുള്ള സാധ്യത കാണുന്നത് എന്തായിരിക്കും? എത്ര ഉണ്ട്? ഇവിടെ മൊത്തം 4 സമചതുരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ എത്ര മഞ്ഞുണ്ട്? 2 മഞ്ഞകളുണ്ട്. അപ്പോൾ എന്തായിരിക്കും? സാധ്യത സമം 2 മഞ്ഞ സമചതുരങ്ങളുടെ പരപ്പളവ് ഹരിക്കണം 4 സമചതുരങ്ങളുടെ പരപ്പളവ്. അതെന്തായിരിക്കും? സമം 2/4 ആയിരിക്കും അല്ലേ? 2/4 ആയിരിക്കും. സമം എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഓക്കെ, ഇനി വേറെ ഉദാഹരണം നോക്കൂ. ഞാൻ എന്ത് ചെയ്തു? ഒരു വൃത്തത്തെ ഇതുപോലെ വിഭജിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിടുകയാണെങ്കിൽ അത് യെല്ലോ പാർട്ട് മഞ്ഞ ഭാഗത്താകാനുള്ള സാധ്യത കാണണം. ഓക്കെ, കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ യെല്ലോ പാർട്ട് അല്ലേ? അത് മഞ്ഞ ഭാഗത്താകാനുള്ള സാധ്യത കാണണം. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ മൊത്തം പരപ്പളവ് എന്താണ്? മൊത്തം പരപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ഈ 4 സെക്ടറുടെ പരപ്പളവാണ്, അത് തുല്യ പരപ്പളവാണ്. അതെന്ത് ചെയ്യുക? അതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ ഈ മഞ്ഞ ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടു. അപ്പോൾ എന്നാൽ ഈ മഞ്ഞ ഭാഗത്തിൻ്റെ പരപ്പളവ് യെല്ലോ പാർട്ടിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി യെല്ലോ പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദി സർക്കിൾ അല്ലേ? എത്ര ആയിരിക്കും? 1/4 ആയിരിക്കും. ഇനി നോക്കൂ, ഇനി അടുത്തത് ആ നീലഭാഗത്തുള്ള പ്രോബബിലിറ്റി കാണണം. നീലഭാഗത്ത് ആ കുത്ത് നീലഭാഗത്താകാനുള്ള സാധ്യത കാണണം. അതെന്തായിരിക്കും? 2/4 സമം 1/2 ആയിരിക്കും. ഇനി നമുക്ക് വെള്ള ഭാഗത്ത് കാണണം. അതിന് സാധ്യത എന്തായിരിക്കും? സമം 1/4 ആയിരിക്കും. ഓക്കെ, ആ ഡോട്ട് വൈറ്റ് പാർട്ടിലാണുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/4 ആയിരിക്കും. ഇനി അടുത്ത് നോക്കൂ. ഇനി അടുത്തത് ഒരു സർക്കിളിൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു, 3 സെക്ടേഴ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ബ്ലൂ പാർട്ടിലാണുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? നമ്മൾ കണ്ണടച്ചുകൊണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ അത് നീലഭാഗത്താകാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഈ സർക്കിൾ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. ആ 3 പാർട്ടിൽ എന്താണ്? ഈക്വൽ ഏരിയാസ് ആണ്. അപ്പോൾ ഈ ബ്ലൂ ആകാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? പറയൂ, പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/3 ആയിരിക്കും അല്ലേ? 1/3 ആയിരിക്കും. ഇനി വൈറ്റ് ആണ് പ്രോബബിലിറ്റി എന്തായിരിക്കും? വൈറ്റ് ആണ് പ്രോബബിലിറ്റി എന്തായിരിക്കും? 2/3 ആയിരിക്കും അല്ലേ? 2/3 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഈ വട്ടം എന്താണ്? ഒരു പലകയിൽ തറച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മഞ്ഞ വരാനുള്ള സാധ്യത, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ കളർ അല്ലേ? അപ്പോൾ ഈ യെല്ലോ ആകാനുള്ള സാധ്യത എന്തായിരിക്കും? ഇത് എത്ര ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്? ഇതിനെ 8 പാർട്സിലായിട്ട് 8 ഭാഗങ്ങളായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? തുല്യമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ യെല്ലോ വരുന്ന പാട്ടത്രയാണ്? 3 ആണ്. അപ്പോൾ എന്താണ്? നമ്മൾ ഇതിൽ മഞ്ഞക്കളർ വട്ടം കറക്കുമ്പോൾ മഞ്ഞ ഈ സാധ്യത നേരെ മഞ്ഞ വന്ന് നിൽക്കാനുള്ള സാധ്യത എന്തായിരിക്കും? 3/8 ആയിരിക്കും. ഇതിങ്ങനെ കറക്കാൻ കഴിയും. അങ്ങനെ കറക്കുന്ന സമയത്ത് ഈ കാണുന്ന ഈ ചിഹ്നത്തിന് നേരെ മഞ്ഞ വരാനുള്ള സാധ്യത എന്തായിരിക്കും? എത്രയായിരിക്കും? 3/8 ആയിരിക്കും. അതായത് യെല്ലോ കളറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ
ടോട്ടൽ ഏരിയ, ഈ 8 കളേഴ്സിൻ്റെയും ഏരിയ. ഓക്കെ, അതെന്തായിരിക്കും ഈസ് ഈക്വൽ ടു 3/8 ആയിരിക്കും. ഇനി നോക്കൂ, അടുത്തത് ഇതുപോലെയാണ്. ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ അടിഭാഗം, അതായത് ലെങ്ത് എന്താണ്, ലെങ്ത് ബേസ് ആയിക്കൊണ്ട് ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് കുത്തിടുകയാണെങ്കിൽ ആ ഡോട്ട് എന്താണ്, ഈ ട്രയാങ്കിളിന് അകത്താകാനുള്ള പ്രോബിലിറ്റി കാണണം. നമുക്കറിയാം ഇതിൻ്റെ ഏരിയ എന്താണ്, ഈ റെക്റ്റാങ്കിളിന്, അതായത് ചതുരത്തിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ അത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. നിങ്ങൾ അല്ലേ? അതായത് ഇത് എന്താണ്, ബേസ് ആണ്, ഇത് ബി ആണ്, ഇതെന്താണ്, എച്ച് ആണ്. ഹൈറ്റ് എന്താണ്, എച്ച് ആണ്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം നീളം ഇൻറ്റു വീതി എത്രയാണ്, ബി എച്ച്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? പാദം ബി അല്ലേ, ഉയരം എച്ച് അല്ലേ? അങ്ങനെയെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും. 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും. അതനാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 1/2 ഇൻറ്റു ചതുരത്തിൻ്റെ പരപ്പളവ്, 1/2 ഇൻറ്റു ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. അപ്പം എന്തായിരിക്കും? അപ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും? 1/2 അല്ലേ? നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കുത്തിട്ട് ചെയ്യാൻ എന്തായിരിക്കും? അത് ഈ ഭാഗത്ത് ആകാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1/2. ഇനി നോക്കൂ, നമുക്കതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം നോക്കൂ, ചുവടെയുള്ള ഓരോ ചിത്രത്തിലും പച്ച നിറമുള്ള ഭാഗത്തിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് പച്ച ഭാഗത്തിലാകാനുള്ള സാധ്യത കണക്കാക്കുക. ആദ്യ ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു സമചതുരത്തിൻ്റെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച സമചതുരം. ഞാനിതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ആദ്യം എന്ത് ചെയ്തു? ഈ പോയിന്റും ഈ വർട്ടക്സും കൂടി ജോയിൻ ചെയ്തു. അതുപോലെ ഈ വർട്ടക്സും കൂടി എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഓക്കെ, ഈ കാണുന്ന സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് വർട്ടക്സും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ നോക്കൂ, എന്തായി മാറും? ഈ ഫിഗർ 4 ഡിവൈഡ് ചെയ്യും. അതായത് തന്നിരിക്കുന്ന സമചതുരം എന്തായി മാറും? തന്നിരിക്കുന്ന സമചതുരം 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഫസ്റ്റ് സ്ക്വയറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2 ട്രയാങ്കിൾസ്. ആ 2 ഈക്വൽ അല്ലേ, തുല്യമല്ലേ? ഈ 2 ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യമാണ്. അതുപോലെ ഈ 2 ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യമാണ്. ഈ 2 ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണ്. ഈ കാണുന്ന 2 ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണ്. നമുക്കറിയാം ഈ കാണുന്ന സ്ക്വയറും ഈ കാണുന്ന സ്ക്വയറും എന്താണ്? ഈക്വലാണ്. സമചതുരങ്ങൾ എന്താണ്? തുല്യമാണ്. അതിനർത്ഥം എന്താണ്? ഈ ചിത്രത്തിലെ എല്ലാ ത്രികോണങ്ങളും എന്താണ്? എല്ലാ ത്രികോണങ്ങൾക്കും തുല്യ പരപ്പളവാണ്, തുല്യ ഏരിയയാണ്. അപ്പോൾ തുല്യ ഏരിയയുള്ള എത്ര ത്രികോണങ്ങൾ അതിനകത്തുണ്ട്? 8 ത്രികോണങ്ങളുണ്ട്. എത്ര ത്രികോണങ്ങളുണ്ട്? 8 ത്രികോണങ്ങളുണ്ട്. നമ്മൾ ഈ കിട്ടുന്ന കുത്ത്, ഈ ഡോട്ട് എന്താണ്? ആ ഗ്രീൻ പാർട്ടിൽ, ആ പച്ച ഭാഗത്താകാനുള്ള സാധ്യത എത്ര ആയിരിക്കും? പച്ച ഭാഗത്തുള്ളതിൻ്റെ ഏരിയ അല്ലേ, പച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് ഹരിക്കണം മൊത്തം പരപ്പളവ്. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്? ഇതിന് 4ൻ്റെയും എന്താണ്? ഈ കാണുന്ന 4 ഭാഗത്തിൻ്റെയും എന്താണ്? ഏരിയകൾ തുല്യമാണ് അല്ലേ? അപ്പം 4/, എന്തായിരിക്കും? മൊത്തം ഏരിയ എത്രയാണ്? 8 ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ? അതായത് സാധ്യത സമം ഏരിയ ഓഫ് 4 ഗ്രീൻ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ട്രയാങ്കിൾസ്. അതാണ് 8 ആണ്. അപ്പം എന്താണ്? ഈ ഈക്വൽ ടു 4/8 ആണ്. ഈ ഈക്വൽ ടു 1/2 ആണ്. വേറെ ഇത് പറഞ്ഞാലേ നോക്കൂ, ഇവിടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇതിൻ്റെ സാധ്യത പറഞ്ഞാൽ ഈ കുത്ത് എന്താണ്? ഈ കുത്ത് പച്ച ഭാഗത്ത് ആകാനുള്ള സാധ്യത സമം ഈ കാണുന്ന പച്ചഭാഗത്തിൻ്റെ പരപ്പളവ് എന്താണ്? 4 ത്രികോണങ്ങളുടെ പരപ്പളവ് ഡിവൈഡഡ് ബൈ ഈ മൊത്തം 8 ത്രികോണങ്ങളുടെ പരപ്പളവാണ്. അതെന്തായിരിക്കും? 4/8 ആയിരിക്കും, സമം 1/2 ആയിരിക്കും അല്ലേ? 1/2 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, അടുത്തത് മൂലകളെല്ലാം ഒരു വൃത്തത്തിലായി വരച്ച സമചതുരം. അതിന് ഇംഗ്ലീഷ് ഭാഗത്ത് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കൂ, ഞാൻ ഈ ചിത്രം ഒന്ന് മാറ്റി വരച്ചു. ഇതെന്താണ്? സമചതുരം അല്ലേ? ഇതിൻ്റെ അടിഭാഗം 2 ആണെങ്കിൽ എന്തായിരിക്കും? ഈ സൈഡ് എന്തായിരിക്കും? ഇതും എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതും എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി നോക്കൂ, ആദ്യം ഇതിൻ്റെ പരപ്പളവ് കാണണം അല്ലേ? ഈ കാണുന്ന സംഭവത്തിൻ്റെ പരപ്പളവ് കാണണം. ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ആവശ്യം നമുക്ക്? ഈ കാണുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് കാണുന്നതിന് വേണ്ടിയിട്ട്
ആരം അറിയണം അല്ലേ? ആദ്യം ആരം അറിയണം. ഞാൻ ആരം എന്ത് ചെയ്തു? ആറ് എന്നെടുത്തു. അപ്പോൾ നോക്കൂ, ഇതെന്തായിരിക്കും? 6 ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്താണ്? 6. ഇവിടുന്ന് ഇങ്ങോട്ട് 6. ഇവിടുന്ന് എത്രയാണ്? 6. 6 + 6 എന്താണ്? 2r ആണ്. അതായത് ഈ ഡയാമീറ്റർ, ഈ വ്യാസത്തിൻ്റെ നീളം എത്രയാണ്? 2r. ഇത് എത്രയാണ്? 6 ആണ്. അത് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് കാണണം. ഇത് നമുക്ക് 2 തുല്യ മട്ടത്രികോണങ്ങളായിട്ട് വിഭജിക്കാം അല്ലേ? അപ്പോൾ ഈ കാണുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ്, ഈ കാണുന്ന സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 2 × ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ. അതായത് ഈ കാണുന്ന സ്ക്വയർ, ഈ കാണുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ 2 × ഈ കാണുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ്. എന്താണ്? 2 × അര × ഇവിടെ പാദം എന്താണ്? 2r × h എന്താണ്? 6. അപ്പോൾ 2 × അര × 2r × 6 ഈസ് ഈക്വൽ ടു 2r². അതായത് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ്, ഈ കാണുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ 2r² ആണ്. ഇതിൻ്റെ ആരം 6 ആകുമ്പോൾ എന്തായിരിക്കും? ഈ കാണുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? വൃത്തത്തിൻ്റെ പരപ്പ് പറഞ്ഞാൽ πr² ആണ്. വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താണ്? ഈസ് ഈക്വൽ ടു πr² ആണ്. അത് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആ ഡോട്ട് ആ കാണുന്ന സ്ക്വയറിൽ, ആ കാണുന്ന സമചതുരത്തിലാകാനുള്ള സാധ്യത എന്തായിരിക്കും? സമചതുരത്തിലാകാനുള്ള സാധ്യത സമം 2r² πr² ഈസ് ഈക്വൽ ടു 2/π ആണ്. ഇവിടെ സമചതുരത്തിൻ്റെ ഈ വശത്ത് നിന്നാണ് ഇൻഡിപെൻഡൻ്റ് ആണ്. അർത്ഥമാണ് അത് ഈ ആൻസറിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് 2 ആയും ശരി, 3 ആയും ശരി, 4 ആയും ശരി, എന്താണ് ആൻസർ? എന്തായിരിക്കും? 2/π ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എത്ര സെൻറ്റിമീറ്റർ വന്നു കഴിഞ്ഞാലും 5 ആയും ശരി, 3 ആയും ശരി, 4 ആയും ശരി, ഏത് നമ്പേഴ്സ് ആയാൽ എന്തായിരിക്കും? അതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 2r² πr² ഈസ് ഈക്വൽ ടു 2/π ആയിരിക്കും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്താണ് ആൻസർ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി 3rd ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിനകത്ത് കൃത്യമായി ചേർന്നിരിക്കുന്ന വൃത്തം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സമചതുരത്തിനകത്ത് കൃത്യമായി ചേർന്നിരിക്കുന്ന വൃത്തം. ഇവിടെ ആക്കും, ഇതിനെ എന്ത് ചെയ്തു? ഇതിൻ്റെ ഞാൻ ഈ വൃത്തത്തിൻ്റെ ഡയാമീറ്റർ വരച്ചു. എന്താ ചോദിച്ചു? ഡയാമീറ്റർ വരച്ചു. ഇതെന്താണ്? ഇങ്ങോട്ട് 6 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എന്താണ്? 6 ആണ്. ഈ ടോട്ടൽ ലെങ്ത് എന്താണ്? ഈ കാണുന്ന ടോട്ടൽ ലെങ്ത് എന്താണ്? 2r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്താണ്? 2r ആണ് അല്ലേ? ഇതെന്താണ്? ഈ കാണുന്നതാണ്? ഒരു സമചതുരമാണ്, സ്ക്വയറാണ്. അതിന് 1 സൈഡ് എന്താണ്? 2r ആണ്. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും? 2r ആയിരിക്കും. ഈ സൈഡ് എന്തായിരിക്കും? 2r ആയിരിക്കും. അപ്പോൾ എന്താണ്? ഇതെന്താണ്? ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2r × 2r ദാറ്റ് ഈസ് ഈക്വൽ ടു 4r² ആയിരിക്കും. അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് സമം 2r × 2r ഈസ് ഈക്വൽ ടു 4r² ഈസ് ഈക്വൽ ടു 4r². എന്താ? നമുക്ക് ഈ കാണുന്ന സർക്കിളിൻ്റെ ഏരിയ കാണണം. ഈ കാണുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് കാണണം. എത്ര? അത് ഈസ് ഈക്വൽ എത്രയാണ്? πr² ആണ്. അപ്പോൾ ഈ കുത്ത് എന്താണ്? ഈ സർക്കിളിൽ, ഈ വൃത്തത്തിലാകാനുള്ള പ്രോബിലിറ്റി കാണണം, അതിൻ്റെ സാധ്യത കാണണം. എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ, ഈ വൃത്തത്തിൻ്റെ ഏരിയയെ എന്താണ്? ഈ കാണുന്ന സ്ക്വയറിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അതായത് ഇത്രയും പാർട്ടിൻ്റെ ഏരിയയെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു πr² 4r² ഈസ് ഈക്വൽ ടു π/4 ഈസ് ഈക്വൽ എന്തായിരിക്കും? π/4 ആയിരിക്കും. അവിടെ നോക്കൂ, ഒരു സമഷഡ്ഭുജത്തിലെ 1/8 മൂലകൾ ചേർത്ത് വരച്ച ത്രികോണം അല്ലേ? ഒരു ഹെക്സഗണാണ്. അത് നോക്കൂ, ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആകാനുള്ള സാധ്യത കാണണം. ഞാനൊരു കാര്യം ചെയ്തു, ഈ ചിത്രം ഒന്ന് മാറ്റി വരച്ചു. എന്ത് ചെയ്തു? ആദ്യം നോക്കൂ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്തു? ഈ 3 വെർട്ടെക്സിലേക്ക് എന്ത് ചെയ്തു? ലൈനിങ് വരച്ചു. അത് നോക്കൂ, ഇത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കൂ, ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ എന്താണ്? ഇതെന്താണ്? റെഗുലർ ഹെക്സഗൺ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇതും എന്തായിരിക്കും? ഇത് ഷഡ്ഭുജം ആയതുകൊണ്ട് ഈ കോണവത്രയാണ് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? 120 ആണ്.
അങ്ങനെ എന്തായിരിക്കും ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും. അത് എത്ര ആയിരിക്കും 60 വീതമായിരിക്കും. അതായത് ഈ കോണ് 30 ഈ കോണ് 30. അപ്പോൾ ആണെന്ന് ഈ കാണുന്ന ട്രയാങ്കിളും ഈ കാണുന്ന ട്രയാങ്കിളും എന്തായിരിക്കും തുല്യമായിരിക്കും. രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ. അതിൻ്റെ സൈഡ്സുകൾ എന്താണ് ഈക്വലാണ്. അപ്പോൾ എന്തായിരിക്കും തുല്യമായിരിക്കും. അപ്പോൾ ഇത് എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്തു? ഇതിൽ 1 2 3 4 5 6 ത്രികോണങ്ങൾ 6 ട്രയാങ്കിൾസ് എന്ത് ചെയ്തു ഫോം ചെയ്തു. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രീൻ പാർട്ടിലാകാനുള്ള പ്രോബിലിറ്റി കാണണം. ഈ ഗ്രീൻ പാർട്ടിലാകാനുള്ള സാധ്യത കാണണം. അതെന്തായിരിക്കും ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഈസ് ഈക്വൽ ടു സാധ്യത സീക്വൽ എന്തായിരിക്കും 3/6 ആയിരിക്കും. 3/6 സീക്വൽ എന്തായിരിക്കും 1/2 ആയിരിക്കും. ഓക്കെ. ഈ 5th ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് സമഭുജ ത്രികോണങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സമഷഡ്ഭുജം. രണ്ട് സമഭുജ ത്രികോണങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സമഷഡ്ഭുജം. നോക്കൂ, ഞാൻ അതിലൊന്ന് മാറ്റി വരച്ചു. ഇതുപോലെ വരച്ചു. എന്താ സംഭവിച്ചത് നോക്കൂ. കണ്ടോ, ഈ സെൻറ്റർ എന്ത് ചെയ്തു എല്ലാ കോർണറിലേക്കും ഒന്ന് വരച്ചു. ഓക്കെ. അപ്പോൾ നോക്കൂ, ഇവിടെ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ടോട്ടൽ 360 ഡിഗ്രിയാണ്. 1 2 3 4 5 6 ആംഗിൾസ് ഇവിടെ ഫോം ചെയ്തു അല്ലേ. 6 കോണുകൾ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഒരു കോണർ എത്രയാണ്? 360/6 സമം 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇത് 60 ഡിഗ്രിയാണ്. ഇതിൽ നോക്കൂ, ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇങ്ങോട്ടുള്ള ലെങ്ത്തും എന്താണ് ഈക്വലാണ്. അത് രണ്ടും എന്താണ് തുല്യമാണ്. അപ്പോൾ നോക്കൂ, ഇത് 60 ആകുമ്പോൾ എന്താണ് ഇത് രണ്ടും എന്തായിരിക്കും 60 ആയിരിക്കും. അപ്പോൾ നോക്കൂ, അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും ഇത് എല്ലാ ത്രികോണങ്ങളും എന്തായിരിക്കും ഒരു സമഭുജ ത്രികോണങ്ങളായിരിക്കും. ഇതിനടുത്ത് കാണുന്ന ഓരോ ത്രികോണങ്ങളും എന്തായിരിക്കും സമഭുജ ത്രികോണങ്ങൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ ഗ്രീൻ പാർട്ടിലാകാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും സാധ്യത എന്തായിരിക്കും 6/, മൊത്തം ട്രയാങ്കിൾസ് എന്നിട്ടാണ് 12 അല്ലേ. 6/12 ഈസ് ഈക്വൽ ടു 1/2.